ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 2 വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്. ഇതിൻ്റെ പാർട്ട് 3 ആണ്. പേജ് നമ്പർ 26ലെയും 28ലെയും പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 26ലെ പ്രോബ്ലം നോക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു ടേബിൾ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? Can't you fill up the following table by multiplying the numerator and denominator by a number? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും, അതായത് മുകളിലുള്ള നമ്പറിനെയും താഴെയുള്ള നമ്പറിനെയും ഒരു നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2/3. അതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്. അപ്പോൾ ന്യൂമറേറ്റർ 2 ആണ് അല്ലേ, മുകളിലുള്ളത് 2. 2വിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇനി ആ 4 കൊണ്ട് താഴെയുള്ള 3യെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ, അതായത് താഴെ പുതിയൊരു നമ്പർ കിട്ടും, 12. അപ്പോൾ 2/3യുടെ വേറൊരു പുതിയ ഫോമാണ് 8/12. അടുത്തത് നമുക്ക് നോക്കാം. 2/3 തന്നിട്ടുണ്ട്. മൾട്ടിപ്ലയർ 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 കൊണ്ട് ആദ്യം 2വിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് ന്യൂമറേറ്റർ മുകളിലുള്ള നമ്പറായിട്ട് വരും. 6 × 2, 6 2s are 12 ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ താഴെയുള്ളതോ 3 ആണല്ലേ, 3 × 6, 3 6 are 18. അപ്പോൾ ന്യൂമറേറ്റർ 12 എന്ന് കിട്ടി, ഡിനോമിനേറ്റർ 18 കിട്ടി. അത് നമ്മളിവിടെ എടുത്തെഴുതണം. അപ്പോൾ ക്വസ്റ്റ്യൻ 2/3 ആണ്. 2/3യുടെ പുതിയൊരു ഫോം എന്താണ്? 12/18. അടുത്തത് നോക്കൂ. 3/4 ആണ്. അതിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ നമുക്ക് ആ നമ്പർ തന്നിട്ടില്ല, ന്യൂമറേറ്ററും തന്നിട്ടില്ല, ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഒരു നമ്പർ കൊണ്ട് ഡിനോമിനേറ്റർ ഈ 4നെ താഴെയുള്ള 4നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12 എന്ന് കിട്ടി. അപ്പോൾ ഏതായിരിക്കും? ഈ 12 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 4ൻ്റെ ടേബിൾ പറയുക. 4 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്? 3 4s are 12. അപ്പം നമുക്കറിയാം ഈ മൾട്ടിപ്ലയർ എത്രയായിരിക്കും? 3. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെയുള്ള ഡിനോമിനേറ്റർ 12 എന്ന് കിട്ടി. അപ്പോൾ മുകളിലുള്ള ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 3s are 9. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ എടുത്തെഴുതാം. 3/4. അതിൻ്റെ പുതിയ ഫോം എത്രയാണ്? 9/12. അടുത്തത് നോക്കൂ. 3/4 മൾട്ടിപ്ലയർ തന്നിട്ടില്ല. 3/4 മൾട്ടിപ്ലയർ തന്നിട്ടില്ല. 12 ന്യൂമറേറ്റർ തന്നിട്ടുണ്ട്. ന്യൂമറേറ്റർ ആകുമ്പോൾ എന്താണ്? ഈ ന്യൂമറേറ്റർ 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ന്യൂമറേറ്റർ കിട്ടുന്ന 12? അത് നോക്ക്. 3യുടെ ടേബിൾ 4 3s are 12. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. അതേ 4 കൊണ്ട് ഈ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 4s are 16. 3/4 = 12/16. അടുത്തത് പേജ് നമ്പർ 28ലെ പ്രോബ്ലം. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഇൻ ലോവസ്റ്റ് ടേംസ്. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ആദ്യം 32 ÷ 64. ഇതിനെ വെട്ടി ചെറുതാക്കാനാണ് പറയുന്നത്. ഇതിൻ്റെ ലോവസ്റ്റ് ഫോം എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രയും. അപ്പം നമുക്ക് നോക്കാം. ഈ 32ഉം 64ഉം രണ്ടും ഒരേ ടേബിളിൽ വരണം. ഏത് ടേബിളിൽ വരും? ഇപ്പോൾ 2ൻ്റെ ടേബിളിലാണ്. 2 എടുക്കാം. അപ്പം നമുക്ക് 32വിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. 1 2 is 2, ബാലൻസ് 1 2, 6 2s are 12. അപ്പോൾ 16 എന്ന് കിട്ടി. അപ്പോൾ 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 16. ഇനി 64നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. 2s are 6, 2 2s are 32 എന്ന് കിട്ടി. 16/32. ഇനി വീണ്ടും ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. ഏത് ടേബിളിൽ വരും? 2ൻ്റെ ടേബിളിൽ തന്നെയാണ് വരുന്നത്. 2ൻ്റെ ടേബിൾ പറയുമ്പോൾ 8 2s are 16. അപ്പോൾ 8 ടൈംസ് ആണ് വരുന്നത് അല്ലേ. 32 എത്ര ടൈംസ് ആണ് വരുന്നത്?
16 2s are, നമ്മൾ 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 16 ആൻസർ കിട്ടും. ഇനി ഇത് നോക്കൂ, ഇത് വീണ്ടും ചെറുതാക്കാൻ പറ്റും. 8ൻ്റെ ടേബിളിൽ വരും അല്ലേ. 1 8 is 8. 1 ടൈം 16 എപ്പോൾ വരും 8ൻ്റെ ടേബിളിൽ? 2 8s are 16. ഇനി ഇത് രണ്ടും ചെറുതാക്കാൻ പറ്റത്തില്ല. ഇത് ഒരു ടേബിളിൽ വരും, രണ്ടും ഒരേ ടേബിളിൽ വരണം. അപ്പോൾ ഇത് ആണ് ലോവസ്റ്റ് ഫോം. അടുത്ത പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം, 27 ഡിവൈഡഡ് ബൈ 81. ഇനി 27ഉം 81ഉം ഏത് ടേബിളിലാണ് വരുന്നത് നോക്കണം. രണ്ടും ഒരേ ടേബിളിൽ വരണം. ഇപ്പോൾ നമുക്ക് 9ൻ്റെ ടേബിൾ നോക്കാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം 27. 9 3s are 27. അപ്പോൾ 3 ആണ്. നമുക്ക് 27ൻ്റെ അവിടെ 3 എഴുതാം. ഇനി 81നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 9s are 81. അപ്പോൾ 9. അപ്പോൾ 3/9 എന്ന് കിട്ടി. ഇനി ഇത് ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. ഇത് രണ്ടും ഏത് ടേബിളിൽ വരും? 3യുടെ ടേബിളിൽ വരും അല്ലേ. 3യുടെ ടേബിൾ പറയുമ്പോൾ 1 3 is 3. 9ഓ? 3 3s are 9. ഇനി ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ആൻസർ, 1/3. അടുത്തത് തേർഡ് വൺ, 30/45. 30ഉം 45ഉം ഏത് ടേബിളിൽ വരും? നമുക്ക് 5ൻ്റെ ടേബിളിൽ വരും അല്ലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 5ൻ്റെ ടേബിളിൽ പറയുമ്പോൾ നമുക്ക് അത് ഡിവൈഡ് ചെയ്യേണ്ടത് പറയാൻ അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ് 5 ടേബിൾ. 6 5s are 30. 5 ടേബിൾ പറയുമ്പോൾ 45 എപ്പോൾ വരും? 9 5s are 45 അല്ലേ. ഇനി ഇത് വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ? 6ഉം 9ഉം ഏത് ടേബിളിൽ വരും? 3യുടെ ടേബിളിൽ വരും അല്ലേ. 3യുടെ ടേബിൾ പറയുമ്പോൾ 2 3s are 6. 3 3s are 9. ഇനി ഇത് ചെറുതാക്കാൻ പറ്റത്തില്ല, രണ്ടും ഒരേ ടേബിളിൽ വരത്തില്ല. ഓക്കെ, അടുത്ത ഫോർത്ത് വൺ, 12 ഡിവൈഡഡ് ബൈ 21. ഇത് ഏത് ടേബിളിൽ വരും? 3യുടെ ടേബിളിൽ പറഞ്ഞാൽ വരും അല്ലേ. 4 3s are 12. 7 3s are 21. ഇനി ഇത് രണ്ടും ഒരു ടേബിളിൽ വരത്തില്ല. ലാസ്റ്റ് പ്രോബ്ലം, 45 ഡിവൈഡഡ് ബൈ 54. ഇത് രണ്ടും ഏത് ടേബിളിൽ വരും? 3 കൊണ്ട് രണ്ടിനെയും നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 is 3, ബാലൻസ് 1 15. 5 3s are 15. അപ്പോൾ 15 ആണ് കിട്ടുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി അതുപോലെ 54നെയും നമുക്ക് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. 1 3 is 3, 2 ബാലൻസ് 8 3s are 24. അപ്പോൾ ആൻസർ 18 കിട്ടി. 54നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18. ഇനി 15ഉം 18നെയും നമുക്ക് വീണ്ടും ചെറുതാക്കണം. ഏത് ടേബിളിൽ വരും എന്ന് നോക്കണം. അപ്പോൾ 5 3s are 15 അല്ലേ. ഇനി 18 നോക്കൂ, 3യുടെ ടേബിൾ പറയുമ്പോൾ ഇപ്പോൾ വരും 6 3s are 18. അപ്പോൾ ആൻസർ 5/6. ഇനി ഇത് രണ്ട് ചെറുതാക്കാൻ പറ്റത്തില്ല, ഒരേ ടേബിളിൽ ഇത് വരത്തില്ല. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്